ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ഫ്രാങ്ക്ലിനുമായിട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ജുറാസിക് പാർക്ക് പാർട്ട് 2 ആണ് ഗൈസ് ഇത്. അപ്പം എല്ലാവരും പാർട്ട് 1 കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ഗൈസ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഗൈസ് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ എന്തായാലും നമ്മുടെ മൈക്കിളിനെ ഒന്ന് വിളിക്കാൻ പോവാ ഗൈസ്. നമ്മുടെ മൈക്കിളിനെ ആരെ വിളിക്കുന്നല്ലോ ഗൈസ്. യാഷ ഗൈസ് എന്തിനാന്ന് ചോദിച്ചു നോക്കാം. ഫ്രാങ്ക്ലിൻ നീ അറിഞ്ഞോടാ, കുറെ കൊള്ളക്കാരൊന്നും നമ്മുടെ ഇന്ത്യ ആക്രമിക്കാൻ പോവാ കേട്ടോ. ഇരുന്നോ, കാരണം അവിടെ ഡൈനോസറിന്റെ DNA അവർക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് നീ ഒരു കാരണം വെച്ചാലും അവരുമായിട്ട് കൂട്ടുകൂടല്ലേ ഗൈസ്. ഇതല്ലേ ഗൈസിലെ ആർമിക്കാർക്ക് കൊട്ടേഷൻ തന്നാ ഗൈസ്. അപ്പൊ ശരിയാച്ചേ ഞാനേ ഇപ്പൊ വിളിക്കാം, പിന്നെ വിളിക്കാവേ ഗൈസ്. നമ്മുടെ മൈക്കിളിനെ ഒന്ന് വിളിക്കാം. ഞാൻ മൈക്കിളിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു. നമുക്ക് ഇത് നമ്മുടെ മൈക്കിളിന് അയച്ചു കൊടുക്കാം ഗൈസ്. ഇതെന്തായാലും നമ്മുടെ മൈക്കിളിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കാര്യമേ അവൻ്റെ അടുത്തൊരു വോയിസ് മെസ്സേജ് ഇടാം ഗൈസ്. നമുക്ക് അവനെ വിളിച്ച് പറയാം ഗൈസ്. എന്തായാലും ഒന്ന് വിളിച്ച് പറയാം. നമ്മുടെ നമ്പർ അടിച്ചിട്ട് അവനെ വിളിക്കണം ഗൈസ്. നമ്മളെന്തായാലും അവനെ വിളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അവനെ കോൾ ചെയ്യാം ഗൈസ്. ഹലോ മൈക്കിളെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോണ്ടില്ല ആർമിക്കാരൻ കൊട്ടേഷൻ തന്ന ആര്യം എനിക്ക്. ഇപ്പം ഞാൻ നിനക്ക് അയച്ചേക്കുന്ന റെക്കോർഡൊന്ന് നീ ഒന്ന് കേട്ടു. ഓക്കെ, നമ്മുടെ ട്രവലിനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറ, അയാളെ നല്ലോണം വകവരുത്തിയിട്ടേ അയാളുടെ ഇരിക്കുന്ന എന്തോ സീക്രട്ട് എല്ലാം ചുവത്തിയെടുക്കാൻ ട്രവറിൻ്റെ അടുത്ത് പറ. ആ ശരി ഫ്രാങ്ക്ലിൻ. അല്ല യാഷ എന്താ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്? യാഷല്ലേ? ആ അതേടാ യാഷ തന്നെ ഇത്. എന്തായാലും നീ ട്രവറിനെ വിളിച്ചിട്ട് അയാളുടെ അടുത്ത് എല്ലാം നോട്ട് ചെയ്യാൻ പറ. നീ ഇപ്പം എവിടാ ഫ്രാങ്ക്ലിൻ? ഞാൻ ഇപ്പം എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. നീ ഏതെങ്കിലും കാറിലാന്നോടാ? ആ ഒരു കാറില്ല. നീ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങി, അപ്പം നമുക്ക് എന്നെ കാണാം. ആ ശരിയാടാ മൈക്കിളെ. ഗൈസ് നമുക്ക് എന്നാൽ വണ്ടി കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് മൈക്കിൾ ഇവിടെ ഉണ്ട് ഗൈസ്. ആരാ വിളിക്കുന്നല്ലോ ഗൈസ്. ആടാ മൈക്കിളെ എന്താടാ? ഫ്രാങ്ക്ലിൻ ഞാൻ പുറത്തുണ്ട് കേട്ടോ, നീ വാ. ഞാൻ കാറിലല്ല കേട്ടോ, ഞാൻ നടന്നാ വന്നത് കേട്ടോ. ഞാൻ കാറിലല്ല ഇപ്പം. ആ ശരിയടാ. നീ അല്ലേടാ അത്? ആ ഫ്രാങ്ക്ലിൻ വാ കയറാ പെട്ടെന്ന് വണ്ടിയില്. ആ കയറിയടാ. ആ വാ, ഞാൻ എന്തായാലും വണ്ടി എടുക്കട്ടെ. നമുക്ക് പെട്ടെന്ന് പോകണോടാ അങ്ങോട്ട്. ആ അതെ പെട്ടെന്ന് പോകണം. എന്തായാലും നല്ല സ്പീഡിൽ ഓടിക്കും. അല്ല ട്രവർ വിളിച്ചായിരുന്നോ? ട്രവറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു. ട്രവറിപ്പോൾ അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും അതാണ് പെട്ടെന്ന് അവനെ അയ്യോ ഫ്രാങ്ക്ലിൻ. വണ്ടി ഓ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ട്രവള് വിളിച്ചോടാ എന്നെ? ഇല്ല ട്രവള് വിളിക്കുന്നുള്ള. നീ എന്തായാലും എടുക്കടാ. ആ ഹലോ മൈക്കിൾ. ആ എന്താ ട്രവർ? മൈക്കിൾ ഞാൻ എന്തായാലും അവനെ ഇതാക്കി ഞാൻ കൺവെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ പറയുന്നതെന്ന് പറയുമ്പം എനിക്കങ്ങനെ ഒരാൾ പറഞ്ഞതാണ് ഫ്രാങ്ക്ലിനെ കൊണ്ട് എല്ലാം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് അയാളാണ് എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞത്. അപ്പം ശരി മൈക്കിൾ. ശരിയാടാ ട്രോറെ. ഞാൻ ഫ്രാങ്ക്ലിനെ പറഞ്ഞത് കേട്ടോ. മൈക്കിൾ എനിക്കൊരു കോള് വരുന്നു, ഒരു മിനിറ്റ്. വേറെ ഏതോ ഒരു നമ്പറാ, എന്തോന്ന് ചോദിച്ചു നോക്കട്ടോ. ആ ഹലോ ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ. ആ ഫ്രാങ്ക്ലിൻ, ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നീ ഞങ്ങളുടെ ആളെ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് നിന്നെക്കാട്ടി മുമ്പേ ഞങ്ങൾ ആ ഡൈനോസേഴ്സിൻ്റെ DNA എടുക്കാൻ പോവാം. പക്ഷേ മോനെ അതിന് വേണ്ടി വാങ്ങി വെച്ച വെള്ളം അങ്ങ് വെച്ചാൽ മതി. ഞാൻ എന്തായാലും അതിനു മുമ്പേ ഞാൻ അവിടെ എത്തിയടാ. പൊട്ടൻ. അപ്പോൾ ശരിയടാ, ബൈ പൊട്ട. നീ എങ്ങനെയാടാ അവനോട് ഇപ്പോഴെന്തായിട്ട് സംസാരിക്കുന്ന?
അതൊക്കെ എനിക്കറിയാടാ. നമ്മുടെ ഡൈനോസർ ട്രെയിൻ വരുന്നതുകൊണ്ട. ആ ട്രെയിൻ എന്താ നമ്മൾ ഡൈനോസേഴ്സിന്റെ DNA നമ്മൾ എങ്ങനെ എടുക്കും? എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇയാളൊരു മെഷീൻ ഒന്നും ഇട്ടായിരുന്നു. അതെടുത്ത് നീ ഷൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റെ കുറച്ച് പോയിസൺ ഉണ്ട്. ആ പോയിസൺ എടുത്ത് അവരുടെ ദേഹത്ത് കുത്തി വെച്ചാൽ മതി. ഞാൻ അവരെ എന്തായാലും കൊല്ലാം. അപ്പോഴത്തേക്കപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോടാ മൈക്കിളെ. ആ ശരിയാ ഫ്രാങ്കിൾ. ഡൈനോസർ ഇതിനകത്ത് തീർക്കാം. വാടാ ഇറങ്ങട്ടോ ആദ്യം വണ്ടിയിൽ നിന്ന്. എന്നിട്ട് ഞാൻ വെടിവെച്ച് കൊല്ലാം. പിന്നെ നല്ലോണം തട്ടണം എന്നാലേ ഡിയോനെ എടുക്കാൻ പറ്റും. എവിടെ കിടയടാ മകളെ ഡിക്കി പറഞ്ഞ് DNA ഇട്. ആ ശരിയാ ഫ്രാങ്ക്ലിൻ. DNA എടുത്തോളാം. എടുത്ത് വണ്ടി എടുത്തോ. ആ ശരിയടാ മക്കളെ. ഇനി അടുത്ത ഡൈനോസേഴ്സിനെ നമ്മൾ കണ്ടില്ലല്ലോ. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോളും. എനിക്ക് തോന്നി ജുറാസിക് പാർക്കിൽ ഈ ഡൈനോസേഴ്സേ ഉള്ളെന്നാ. നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. വലിയ ഡൈനോസേഴ്സിനെ കണ്ടാലോ? ശരിയാ, എന്തായാലും തപ്പി നോക്കട്ടെ. വല്ലതും കാണാതിരിക്കത്തില്ല. തിരുതാക്ഷങ്ങളും കാണും അല്ലേ? ശരിയാ. ഡോണ്ടെണ്ണം വരും T-Rex. ഷൂട്ട് ചെയ്യട്ടാ. ഷൂട്ട് ചെയ്യേ. രണ്ടെണ്ണം ഉണ്ടോ? ഒന്നും തോണ്ട് പോകുന്ന എണ്ണത്തെ മക വരുത്തണമെന്ന് നമുക്ക്. അതിനെക്കൂടെ ഞാൻ ഷൂട്ട് ചെയ്യട്ടടാ. ഒരെണ്ണത്തിൻ്റെ DNA കുളമാണെങ്കിൽ ഇതിൻ്റെ എൻ്റെ DNA എടുക്കാവല്ലോ. ശരിയാ. ചത്തോളാതും ചത്ത്. രണ്ട് വേറെ ബ്രീഡാന്ന് തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും അതിൻ്റെ DNA ഇട്. അപ്പോൾ സൈക്കിൾ ഞാൻ എടുക്കട്ടാ. എന്തായാലും എടുക്കാം. ഞാൻ വണ്ടിക്കത് ഇരിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിയുള്ള വീഡിയോ ഒരു പാർട്ടായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.